സുജിത്തിനെ എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ പോലീസിൽ നിന്ന് മർദ്ദനമേറ്റതിൻ്റെ പേരിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പാവം ഒരു കുറ്റവാളി. രാഹുൽ മാങ്കൂട്ടം നടത്തിയ ഡസനിലധികം വരുന്ന ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടാക്കിയ ഡാമേജിൽ നിന്ന് രക്ഷപ്പെടാൻ കിട്ടിയ ഒരു പിടിവള്ളി. അതെന്തെങ്കിലും ആവട്ടെ, പക്ഷെ സത്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. കുന്നംകുളം കാണിപ്പയ്യൂരിനടുത്ത് 2023 പൊതുസ്ഥലത്ത് വെച്ച് ചുറ്റും നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് മണ്ഡലം പ്രസിഡന്റായിരുന്ന ഇവന്റെ കൂട്ടുകാർ സ്ഥിരം മദ്യപാന സൽക്കാരങ്ങളും ബഹളങ്ങളും നടത്തുന്നത് കാരണം പൊറുതിമുട്ടിയ സമീപവാസികൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിൻ്റെ പേരിൽ ഇവന്റെ സംഘം നാട്ടുകാരുടെ സ്ഥിരം വെല്ലുവിളിക്കുമായിരുന്നു. പ്രസ്തുത ദിവസവും ഇത് തുടർന്നപ്പോൾ നാട്ടുകാർ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തുകയും പോലീസ് ആ സമയം അവിടെ ഉണ്ടായിരുന്നവരെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. അതിനെ പ്രതികൾ കായികമായി തന്നെ എതിർത്തു. ആ സമയത്ത് തന്നെ ഈ ക്രിമിനലുകൾ രാഷ്ട്രീയ പിന്തുണ വെച്ച് രക്ഷപ്പെടാൻ പ്രദേശത്തുണ്ടായിരുന്ന സുഹൃത്തായ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയ സുജിത്ത് തൻ്റെ വലിയ പദവി ആ മണ്ഡലം പ്രസിഡന്റ് പോസ്റ്റ് വെച്ച് പോലീസിനോട് തട്ടിക്കയറുകയും ബലപ്രയോഗത്തിൽ കൂടി പ്രതികളെ ജീപ്പിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുകയായിരുന്നു. തടയാൻ ശ്രമിച്ച സബ് ഇൻസ്പെക്ടർ അടക്കമുള്ളവർക്ക് കൈകൾക്കടക്കം ചെറിയ പരിക്കുകൾ പറ്റുകയും ചെയ്തിരുന്നു. ക്രിമിനലായ സുജിത്ത് ചെയ്തത് മണ്ഡലം പ്രസിഡന്റിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിന് അപകടകരമായ ക്രിമിനലുകളെ ഇറക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതായത് ആളാവാനൊന്ന് നോക്കി, പക്ഷേ ഏറ്റില്ല. കിട്ടിയത് ഉൾപ്പെടെ ഇവനും ഇവന്റെ കൂടെയുള്ള ക്രിമിനൽസും കൂടി നാട്ടുകാരുടെ പരാതി കൂടി പരിഗണിച്ചുകൊണ്ട് പലിശ സഹിതം പോലീസ് നൽകുകയായിരുന്നു. അത് CCTV ദൃശ്യങ്ങളിൽ കൂടി നാട്ടുകാർ കണ്ടു എന്നൊരൊറ്റ കുഴപ്പം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇനി മേലാൽ ഈ ജന്മത്ത് ഇവനും ശിങ്കടികളും നാട്ടുകാരെ ബുദ്ധിമുട്ടുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന പരിപാടിക്ക് നിൽക്കുകയുമില്ല. ഈ സത്യം അന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വവും നാടും ഈ വിഷയം അന്ന് ഏറ്റെടുത്തതുമില്ല. ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ വിഷയം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഊരിക്കൊണ്ട് വരാനുള്ള ഒരു പരിപാടിയാണ്. അതിൽ നിന്നു കൊടുക്കാനും അതിൻ്റെ പേരിൽ ഇവനെ ഒന്നും തൂക്കിയ പോലീസുകാരെ ബലിയാടാക്കാൻ ആർക്കും സൗകര്യവുമില്ല. ഇപ്പോൾ എല്ലാവരും ചേർന്ന് കുരിശിലേറ്റിയ ആ സബ് ഇൻസ്പെക്ടറെ പറ്റി മുൻപൊരു നെഗറ്റീവ് പരാതികൾ ആർക്കും കിട്ടിയിട്ടുമില്ല. നാട്ടുകാരുടെ പരാതിയിന്മേൽ നിയമം നടപ്പിലാക്കാൻ പോയതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കുറ്റം. രാഷ്ട്രീയ കൊണാന്തർ പദവി വെച്ച് നിയമത്തെയും പോലീസിനെയും വെല്ലുവിളിച്ചപ്പോൾ ശരീരം നൊന്നപ്പോൾ തിരിച്ചും കൊടുത്തു. അതങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്. ഇതുപോലെ നാട്ടുകാരെയും നിയമത്തെയും വെല്ലുവിളിച്ച് നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ കുറ്റവാളികൾക്ക് ഇതെങ്കിലും ഒന്ന് മിനിമം കിട്ടണ്ടേ? അത് പറയാൻ ഒരു മടിയുമില്ല. നിങ്ങൾ എന്ത് തന്നെ കരുതിയാലും അത് തന്നെയാണ് ശരി. വെറുതെ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ വെറുതെ പിടിച്ചു കൊണ്ടുപോയി അവന്റെ രാഷ്ട്രീയം നോക്കി വെറുതെ ഇടിച്ചതാണ് എന്നുള്ള ന്യായം തന്നെ എല്ലാവരും അങ്ങ് പ്രചരിപ്പിച്ചാലും മതി.